അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. രണ്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ലിസാനിൽ നിന്നുള്ള ആദ്യത്തെ പാഠത്തിൻ്റെ പേരാണ് മാഞ്ച. ആ പാഠത്തിൽ നിന്നുള്ള 8 വാക്കുകൾ, പച്ചക്കറികളുടേതായാലും അതുപോലെ പഴങ്ങളുടെ ഇവയുടെയൊക്കെ 8 വാക്കുകൾ. ആ 8 വാക്കും നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പഠിച്ച ശേഷം മാത്രം ചെയ്യാവുന്ന ഒരു ഗെയിമാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്ത വർക്കായിരുന്നു. അൽഹംദുലില്ലാഹ് വളരെയധികം നല്ല രീതിയിൽ അവർ ചെയ്തു തീർത്തു. ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്തു കൊടുക്കാം. ഇത് ടൈപ്പ് ചെയ്തെടുക്കാൻ ഏകദേശം നല്ല ടൈം പിടിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും അത് ഞാൻ ആദ്യം ആ PDF പോയി പ്രിൻ്റ് എടുത്ത് അതിൽ പച്ചക്കറികളെ കളറായിട്ടാണ് പ്രിൻ്റ് എടുത്തത്. ഒരു പ്രിൻറ്റിന് 20 രൂപയായിട്ടാണ് ഒരു ഈടാക്കിയത്. അങ്ങനത്തെ 3 എണ്ണം എടുത്തു. പിന്നെ അതുപോലെ എഴുത്തുള്ള ഒരു 3 എണ്ണം വേറെ എടുത്തു. മൊത്തം 80 രൂപയായി. പിന്നെ അതിന് ശേഷം ഞാൻ ചെയ്തത്, ആ പേപ്പർ ഞാൻ എൻ്റെ പെങ്ങളെ കല്യാണത്തിൻ്റെ അന്ന് കുറിക്കത്തായിട്ട് ഒരു കാർഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ആ കാർഡ് നല്ല കട്ടിയുള്ള കാർഡാണ്. അപ്പോൾ കുറേ എണ്ണം ബാക്കിയായപ്പോൾ ഞാനത് എന്ത് ചെയ്തു, ഈ പേപ്പറായി ഒട്ടിച്ചു. പക്ഷേ തേച്ച് ഒട്ടിച്ച് അത് കട്ട് ചെയ്തു. ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് 4 പുറം കട്ട് ചെയ്തിട്ടോ. അത് പച്ചക്കറികളേതായാലും എല്ലാതും കട്ട് ചെയ്തിട്ടുണ്ട്. അറബി മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു, അറബിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ പച്ചക്കറിയുടെ ചിത്രം, അതുപോലെ ഹാദ, ഇതൊക്കെയായിരുന്നു 4 എണ്ണം. അതായത് ഹാദ എന്നുണ്ടായിരുന്നു, പച്ചക്കറിയുടെ ചിത്രം ഉണ്ടാവും, അതുപോലെ അറബിയിൽ ആ പച്ചക്കറിക്ക് പറയുന്ന പേര്, അതുപോലെ അറബി മലയാളത്തിൽ എങ്ങനെയാണ് ആ പച്ചക്കറിയുടെ പേര് എഴുതുന്നതും അതും അതിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 4 കാര്യങ്ങളാണ് ടൈപ്പ് ചെയ്ത് ഞാൻ പ്രിൻ്റ് എടുത്ത് ഒട്ടിച്ച് കട്ട് ചെയ്തത്. ഇത് നിങ്ങൾക്ക് കാണാം. ഇതിൽ തംബ്ർ എന്നുണ്ട്, ബിത്തീഖ് എന്നുണ്ട്, അതുപോലെ തന്നെ മൗസുൻ, അതുപോലെ ഓറഞ്ച്, ബുർത്തുഖാൽ, ഈ ചിത്രങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തു. പിന്നീട് ഞാനത് ക്ലാസ്സിൽ കുട്ടികൾക്ക് ബോർഡിൽ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വരച്ചു കൊടുത്തു. ആദ്യം ഓരോ പച്ചക്കറിയും താഴെ ഓരോ കള്ളിയിലാക്കി എഴുതി കൊടുത്തു. അതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്ത് ഹാദ എന്നത് വരിക്ക് താഴെ വരച്ചു കൊടുത്തു, അതായത് എഴുതി കൊടുത്തു. പിന്നീട് അതിന് നേരെ, അതായത് ഇപ്പോൾ ആ ഉദാഹരണത്തിന് ആദ്യം ബുർത്തുഖാലുൻ എന്നാണ് ചിത്രം വരച്ചിട്ടുള്ളത്, അതായത് ഓറഞ്ചിൻ്റെ ചിത്രം വരച്ചു. അതിന് നേരെ ഹാദ. ഇനി എന്ത് ചെയ്യണം, വാക്യോല് അത് കറക്റ്റാക്കി വെക്കണം. അതിന് അറബിയിൽ പറയുന്ന പേര് ബുർത്തുഖാലുൻ. അപ്പോൾ അതിന് നേരെ വെക്കുക. പിന്നെ അതിന് അറബി മലയാളത്തിലെ എഴുത്ത് എങ്ങനെയായിരിക്കും, അതിൻ്റെ ആ കാർഡ് അതിലുണ്ടാകും. അതിന് നേരെ കൊണ്ടുപോയി വെക്കുക. ഇതായിരുന്നു ഞാൻ എൻ്റെ ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ ചെയ്തു കൊടുത്ത പ്രവർത്തനം. കുട്ടികൾക്ക് വളരെയധികം ഉപകാരം ഉണ്ടായിട്ടുണ്ട്. അവർ വീണ്ടും എന്നോട് പറഞ്ഞത് നാളെ വരുമ്പോൾ വേറെ ഗെയിമുമായിട്ട് വരുന്നുണ്ട് എന്നാണ്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് കഷ്ടപ്പെട്ടു. ഒരാഴ്ചത്തോളം ഒരു കഷ്ടപ്പാടുണ്ടായിരുന്നു. മക്കളുടെ തിരക്കുകളും കാര്യങ്ങളൊക്കെ എൻ്റെ ഇടയിൽ വന്നതുകൊണ്ടാണ് ഒരാഴ്ചയൊക്കെ പിടിച്ചത്. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാമായിരുന്നു. അതിൻ്റെ കൂടെ വേറൊരു ബോർഡ് ചെയ്യാൻ കരുതിയിരുന്നു. ഓരോരുത്തർക്കും ഓരോ ചെറിയ ബോർഡ്, അതിലിതുപോലെ പച്ചക്കറിയുടെ ഇത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു കള്ളി, അതുപോലെ തന്നെ ഹാദ എന്നത് വെക്കാൻ വേണ്ടിയിട്ടൊരു കള്ളി, അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ അറബിയിലുള്ള പേര് ബുർത്തുഖാലുൻ, അതുപോലെ ഓറഞ്ച് എന്ന് എഴുതി അറബി മലയാളത്തിലുള്ള കാർഡ് വെക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു കോളം. ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറാക്കണമെന്ന് കരുതി. പക്ഷേ ടൈമും കാര്യങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ട് അത് ഉണ്ടാക്കിയില്ല. അതും കൂടെ ഉണ്ടാവുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു. അപ്പോൾ ഇന്ന് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റും അതുപോലെ തന്നെ വളരെ പഠിക്കാനും കുറച്ചുകൂടി ആവേശം തോന്നി അവർക്ക്. അപ്പോൾ ഇതുപോലുള്ള പഠിക്കാൻ ഇൻട്രസ്റ്റ് തോന്നുന്ന നിങ്ങൾക്കറിയാവുന്ന ഐഡിയകളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ അതല്ലെങ്കിൽ വാട്സപ്പിലോ വന്ന് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള മറ്റു അറിവുകൾ നമുക്ക് വിദ്യാർത്ഥികളിലേക്കും അതുപോലെ അധ്യാപകരിലേക്കും എത്തിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.